ഇതായിപ്പോൾ മണ്ണാർമലയിൽ ഒരു സംഘർഷം എന്ന വാർത്ത വരുന്നുണ്ട്. അവിടെ പോലീസുമായി ഏറ്റുമുട്ടലാണ്. മണ്ണാർമലയിൽ പോലീസ് പുലി മാസങ്ങളായുള്ള പുലിപ്പേടിയിൽ പുലിഭീതിയിലാണ് ജനത. അപ്പോൾ അവിടെ റോഡ് ഉപരോധിച്ചുള്ള സമരമായിരുന്നു. ആ സമരത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം വന്നപ്പോഴാണോ എന്തോ പോലീസുമായി ഒരു ചെറിയ കയ്യാങ്കളി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണ്ണാർമലയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഉള്ള നീക്കത്തിലാണ്. അപ്പോൾ അതിന് വന്നപ്പോഴാണ് ഈ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായത്. ഇന്ന് രാവിലെ മുതൽ വല്ലാത്ത പുലിപ്പേടിയിലാണ് അവർ വലിയ പ്രതിഷേധത്തിലാണ്. മാസങ്ങളായ പുലിപ്പേടിയാണ്. അതെ, വളരെ മാസങ്ങളായി ഒരേ സ്ഥലത്ത് തന്നെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടിരിക്കുന്നു. അതായത് ഒരേ സ്ഥലത്ത് തന്നെ പലയാവർത്തി പുലിയെ കാണുന്നുണ്ട്. ഒരുപാട് ആളുകൾ ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിൽ വലിയ പുലി, കണ്ടാൽ പേടിയാവുന്ന വലിയ പുലി അവിടെയുണ്ട്. അപ്പോൾ അതിൽ ഈ വനംവകുപ്പ് ഒന്നും ചെയ്യാത്തത് പ്രതിഷേധിച്ചാണ് അവിടെ റോഡ് ഉപരോധിച്ചുള്ള സമരം. ഒരു ട്രാപ്പ് കൊണ്ട് ആർക്കോ വേണ്ടി ഒരു ട്രാപ്പ് കൊണ്ട് വെച്ചിട്ടുണ്ട് ആടിനെ കുടുക്കി. പക്ഷേ അതിനകത്ത് പുലി കയറുന്നൊന്നുമില്ല. അപ്പോൾ അത് കാരണം ആരും ചെയ്യുന്നില്ല. ആൾക്കാരവിടെ പേടിയിൽ കഴിയുന്നു. അപ്പോൾ പോലീസുമായി ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടാകുന്നു. പോലീസുമായി കയ്യാങ്കളിയുണ്ട്. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, സംഘർഷത്തിലേക്ക് എത്തുകയാണോ അത്? ഹാഷ്മി, ഇവിടെ സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം ആരംഭിച്ചതാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത്. ഒരു തരത്തിലും തങ്ങൾ അറസ്റ്റ് വരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് നാട്ടുകാർ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. വനം വകുപ്പ് കൃത്യമായ നടപടി സ്വീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ നിലപാട്. ഇപ്പോൾ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തുതള്ളം ഉണ്ടാകുന്നു, പലകുറി കയ്യേറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് വാഹനം എത്തിക്കൊണ്ട് ഈ പ്രവാസികളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ മണ്ണാർമലയിൽ നിരന്തരമായി ജനവാസ മേഖലയിലേക്ക് പുലി ഇറങ്ങുന്നതിൽ വനം വകുപ്പ് ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൊറുതുമുട്ടിയ ഒരു ജനത ഇവിടെ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലും ഇന്നലെ പുലർച്ചെ ഒരു ദിവസം 2 നേരം വരെ ജനവാസ മേഖലയിലേക്ക് പുലി എത്തിയതോടു കൂടിയാണ് ജനങ്ങൾ സമരവുമായി പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തേത് കേവലം ഒരു സമരമാണ്, ഒരു തുടക്കമാണ്. ഒരു അനിശ്ചിതകാല സമരത്തിന് നേതൃത്വം നൽകാനാണ് ഞങ്ങളുടെ തീരുമാനം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. ഈ മണ്ണാർമല മാനത്തുമംഗലം ഈ റോഡാണ് ഇപ്പോൾ നാട്ടുകാർ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. അരമണിക്കൂറോളമായി ഈ റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. വനം വകുപ്പ് പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടി ആരംഭിക്കാതെ ഒരു തരത്തിലും സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ നിലപാട്. വനം വകുപ്പ് നാളിതുവരെയായി ഒരു കൂട് മാത്രമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കൂടിന് സമീപം ഈ പുലി എത്തുകയും പിന്നാലെ പുലി കൂട്ടിലേക്ക് ഏറെ നേരം നോക്കി നിന്ന് പിന്നീട് ഈ ജനവാസ മേഖലയിലൂടെ തന്നെ മടങ്ങിപ്പോകുന്നതുമാണ് ഒരു സ്ഥിരം കാഴ്ച എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 4 മാസമായി പുലിയുടെ ഭീതി ഈ പ്രദേശത്തുണ്ട്. നാട്ടുകാർ ആദ്യം വനം വകുപ്പിനെ പുലിയുടെ കാര്യം അറിയിച്ചപ്പോൾ വനം വകുപ്പ് അത് പുലിയല്ല കാട്ടുപൂച്ചയാണ് നടക്കുന്നില്ല. അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയതോടെയാണ് അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിൽ. പുലിയല്ല കാട്ടുപൂച്ച എന്ന് പറഞ്ഞാണ്. കാട്ടുപൂച്ച ഒന്നും അല്ലാതെ പുലിയാണെന്ന് പലയാവർത്തി തെളിഞ്ഞു. എന്നിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സ്ഥലമല്ലേ, അപ്പോൾ എല്ലാവർക്കും പേടിയുണ്ടാകും. ആ പേടിയാണ് ആ സമരമായി നിൽക്കുന്നത്. പോലീസിനെ ഇറക്കി ഒതുക്കേണ്ട ഒരു സമരമല്ലാതെ അവരെ കേൾക്കേണ്ടവരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.